ഹായ് എവരി വൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. നമുക്കിന്നിവിടെ റിവ്യൂ ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത് മോട്ടോറോളയുടെ റേസർ 50 അൾട്രയാണ്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ പീച്ച് ഫസ് എന്ന കമ്പനി പേരിട്ടിരിക്കുന്ന കളറിലുള്ള മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇഞ്ചോളം വലിപ്പമുള്ള AMOLED ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 7 ഇഞ്ചോളം വലിപ്പമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഉള്ളിൽ വരുന്നത്. ഇനി നമുക്കിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഡിസ്പ്ലേ സൈസ് 6.9 ഇഞ്ചും കവർ ഡിസ്പ്ലേ 4 ഇഞ്ചുമാണ് വരുന്നത്. രണ്ട് ഡിസ്പ്ലേയും HDR10+ഉം ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്ന 165 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. വെറും 189 ഗ്രാം മാത്രം ഭാരമുള്ള ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലൊതുങ്ങുന്ന ഒരു കുഞ്ഞൻ ഫോൺ. എന്നാൽ ചിപ്സെറ്റ് വരുന്നത് ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ Gen 3 ചിപ്സെറ്റും GPU Adreno 735ഉമാണ്. ആൻഡ്രോയിഡ് 14 ആണ് വരുന്നതെങ്കിലും 3 അപ്ഡേറ്റുകൾ ലഭ്യമാണ്. 3 വേരിയന്റുകളായിട്ടാണ് മെമ്മറി വരുന്നത്. 8 GB റാമും 256 GB സ്റ്റോറേജും, 12 GB റാമും 256 GB സ്റ്റോറേജ്, 12 GB റാം 512 GB സ്റ്റോറേജും വരുന്നു. 5G സപ്പോർട്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ്, ബ്ലൂടൂത്ത് 5.4, NFC, സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് സെൻസർ എന്നിവ വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും 5 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയും 50 മെഗാ പിക്സലിന്റെ തന്നെ ടെലിഫോട്ടോ ക്യാമറയുമാണ് മെയിൻ ക്യാമറ ലെവൽ കാണുന്നത്. ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 2x ഒപ്റ്റിക്കൽ സൂം, 60 FPS-ൽ 4K വീഡിയോ റെക്കോർഡിങ്ങും 960 FPS വരെയുള്ള സ്ലോ മോഷൻ വീഡിയോ ഫുൾ HD വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നു. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇത് HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ എബൌട്ട് സെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോട്ടോറോള റേസർ 50 അൾട്രയാണിതെന്ന് കാണാം. ഇതിൻ്റെ റാം വരുന്നത് 12 GB ആണ്. പിന്നെ റാം ബൂസ്റ്റ് വെച്ചിട്ട് 4 GB വരെ അപ്ഗ്രേഡ് ചെയ്യാം. ക്യാമറ 32 മെഗാ പിക്സൽ ഫ്രണ്ടും റിയർ 50-50 ക്യാമറ. ഇതിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പേഴ്സണലൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. വീഡിയോ ലെങ്ത് ചെയ്യാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. എക്സ്റ്റേണൽ ഡിസ്പ്ലേയുടെ പേഴ്സണലൈസേഷൻസ് ആണ് നമുക്ക് ഈ ഫോണിനെ കൂടുതലായി ഇഷ്ടപ്പെടാൻ തോന്നുന്നത്. മറ്റ് സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മോട്ടോറോള ഫോൺസിലും കണ്ടുവരുന്ന ജസ്റ്റേഴ്സ് ഫീച്ചേഴ്സിനകത്ത് കാണാം. ഇതിൻ്റെ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. പോർട്രേറ്റ് മോഡ് തന്നെ സൂം ചെയ്തും വൈഡ് ആംഗിളിലും നമുക്ക് എടുക്കാവുന്നതാണ്. പ്രോ മോഡിൽ പലവിധ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. മോർ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പലവിധ മോഡുകൾ നമുക്ക് കാണാം. പനോരമ, അൾട്രാ റെസൊല്യൂഷൻ, ഡ്യുവൽ ക്യാപ്ചർ, ലോങ് എക്സ്പോഷർ, ടൈം ലാപ്സ് എന്നിവയിനകത്തുണ്ട്. വീഡിയോ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ സ്ലോ മോഷൻ വീഡിയോ 120 FPS മുതൽ 960 FPS വരെയുള്ള സ്ലോ മോഷൻ വീഡിയോസ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 4K റെസൊല്യൂഷനിൽ 60 FPS വരെയുള്ള വീഡിയോസ് ഇതിൻ്റെ ക്യാമറ വെച്ച് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ 30 FPS-ൽ HDR ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാവുന്നതാണ്. ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്യാം കോഡർ ഓപ്ഷൻ. ഇതുപോലെ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ക്യാം കോഡറിൽ വീഡിയോ എടുക്കുന്നത് പോലെയുള്ള ഫീലാണ് ഈ ഫോൺ തരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറയിൽ എടുത്തിട്ടുള്ള ചില ക്യാമറ സാമ്പിൾസ് കാണാം. ഹൈ സാച്ചുറേഷനോ കളർ ഗിമ്മിക്സോ ഒന്നുമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി ഫോട്ടോസ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. വീഡിയോ ക്വാളിറ്റിയും നൈസാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞോട്ടെ, ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഇതൊരു ഫോൾഡിംഗ് ഫോണാണല്ലോ. എന്നിരുന്നാലും ഗെയിമിംഗ് പെർഫോമൻസ് വളരെ നൈസാണ്. ഇതിന്റെ വേറെ പ്രത്യേകതയാണ് ഇതിന്റെ എക്സ്റ്റേണൽ ഡിസ്പ്ലേയിൽ വരുന്ന കുഞ്ഞൻ ഗെയിംസ്. അതൊരു നല്ലൊരു ഫണ്ണി എലമെന്റ് ആയിട്ട് തോന്നി.
വളരെ നല്ലൊരു പ്രീമിയം ലുക്കും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ഫീലുമാണ് ഈ ഫോണിനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ പ്ലേബാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂട്യൂബിലെ 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതിൽ വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് AI ജെമിനൈയുടെ എല്ലാ ഫീച്ചേഴ്സും ചെറിയ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള ഗുഡ് ക്വാളിറ്റി യൂസ്ഡ് മൊബൈൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ റിവ്യൂ വീഡിയോസിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.